കടലായോപ്പേ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനേ. ഹൃദയത്തിന്റെ അകത്തളങ്ങളിലൊക്കെ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലും ഈ മജ്‌ലിസിന്റെ ബറകത്ത് കൊണ്ടൊക്കെ അവരുടെ പ്രയാസങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണമെന്നാ. ഞങ്ങളെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ റഹ്മാനേ. ഞങ്ങളുടെ വീടുകളിലൊക്കെ നീ ഖൈറും ബറക്കത്തും ഏറ്റി തരണേ അല്ലാഹ്. രോഗങ്ങളില്ലാത്ത വീടുകളാക്കണേ റഹ്മാനേ. നിരന്തരം മരുന്നുകൾ ഇങ്ങനെ കഴിക്കുന്ന വീടുകളാക്കി ഞങ്ങളുടെ വീടുകളെ മാറ്റല്ലേ അല്ലാഹ്. ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർമാരും നഴ്സുമാരൊക്കെ ഇങ്ങനെ കയറി വരുന്ന വീടുകളാക്കി ഞങ്ങളുടെ വീടുകളെ മാറ്റല്ലേ റഹ്മാനേ. ഞങ്ങളെ ഭരിപ്പിക്കലൊക്കെ കടക്കാരനാക്കലല്ലോ. അവിടുത്തെ കടപ്പ് ജീവിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വരുത്തല്ല. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ജയിലിൽ കിടക്കുന്ന മകൻ പുറത്തിറങ്ങാൻ വേണ്ടി ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. കേസിൽ കുടുങ്ങി നിൽക്കുന്ന പലരും രക്ഷപ്പെടാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. വയനാട്ടിൽ നിന്ന് രാവിലെ വിളിച്ച് സഹോദരി ആകൊരു മകനാണുള്ളത്. വേറൊരു സ്ത്രീയുമായിട്ട് വേറൊരു പെൺകുട്ടിയുമായും പ്രേമത്തിലാണ് തങ്ങൾ പ്രത്യേകിച്ച് ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ. അങ്ങനെ പലരും അവരുടെ പുറത്തു പറയാൻ പറ്റാത്ത വിധം വിഷമങ്ങൾ ഇങ്ങനെ മനസ്സിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നവരാണ്. ഈ മജ്‌ലിസിന്റെ ബറകത്ത് കൊണ്ട് അവരുടെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹുവേ. ഈ മജ്‌ലിസിന്റെ ബറകത്ത് കൊണ്ട് അവരുടെ മനസ്സിൽ വേദനകൾ അറിയുന്നവൻ നീയാണ്. പരിഹാരം കാട്ടിക്കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളുടെ മക്കളുടെ കണ്ണീര് കാണേണ്ട ഗതികൾ ഞങ്ങൾക്ക് വരുത്തല്ല റബ്ബേ. കെട്ടിച്ചയച്ച വീട്ടിൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉമ്മാക്ക് വിളിച്ച് കരയേണ്ട ഗതികൾ ഉള്ള മക്കളാക്കി മാറ്റല്ലേ അല്ലാഹ്. ഭർത്താവ് കള്ളുപിടിയനാണുമ്മ. ഭർത്താവ് എന്നും കള്ളു പിടിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ പറഞ്ഞ് കരയേണ്ട ഗതികേട് ഞങ്ങളുടെ മക്കൾക്ക് വരുത്തല്ല അല്ലാഹ്. ഞങ്ങളുടെ മക്കള് വിദേശത്താണ് റബ്ബേ. ഒരു പ്രയാസത്തിലും പെടുത്തല്ല അല്ലാഹ്. വരുമാനത്തിന്റെ വഴികളൊക്കെ നീ തുറന്നിട്ട് കൊടുക്കണം റഹ്മാനേ. വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ. ഖൈറായ വീടുകൾ നീ കൊടുക്കണം. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ. ഖൈറായ മക്കളെ കൊടുക്കും റബ്ബേ. ഞങ്ങളുടെ മക്കളെയൊക്കെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. കൂട്ടുകെട്ടിലും പെടുത്തി ഞങ്ങളുടെ മക്കളെ വഴി തെറ്റിച്ച് കളയില്ല ഒരു കൂട്ടുകെട്ടിലും പെടുത്തി ഞങ്ങളുടെ മക്കളെ വഴി തെറ്റിച്ച് കളയില്ല റബ്ബേ. ഞങ്ങളുടെ ഭാര്യമാരുടെ ശരീരത്തിലൊക്കെ എന്ത് രോഗമുണ്ടെങ്കിൽ ഈ മജ്‌ലിസിന്റെ ബറകത്ത് കൊണ്ട് ശിഫാ നൽകണം റഹ്മാനേ. ഞങ്ങളെ ആര് തളർത്താൻ ശ്രമിച്ചാലും, ഞങ്ങളെ ആര് ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചാലും അവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്. എല്ലാ ആഴ്ചയിലും ഇവിടെ നടക്കുന്ന മജ്‌ലിസ്
ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളുടെ ഉസ്താദുമാരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കുള്ള ഹദിയകളാണ് ഞങ്ങൾ ചൊല്ലുന്ന ദിക്റുകൾ സ്വലാത്തുകളെല്ലാം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനേ. അതിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ ഖബർ നീ റാഹത്തിലാക്കണേ അല്ലാഹ്. ഭർത്താക്കന്മാര് മരിച്ചവരുണ്ട്, സഹോദരന്മാര് സഹോദരികൾ ഭാര്യമാര് മക്കളൊക്കെ മരിച്ചവര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ാക്കി കൊടുക്കണം. ഞങ്ങളെ ചെയ്യുന്ന പ്രതിഫലങ്ങൾ അവരുടെ പകലെ പഠിച്ച മഹാർത്തി മാറ്റണേ നാളെ ഞങ്ങളും മരിക്കുമ്പോ ഞങ്ങൾക്ക് വേണ്ടി ദിക്റ് ചൊല്ലാൻ തസ്ബീഹുകൾ ചൊല്ലാൻ സ്വാലിഹീങ്ങളായ മക്കളെ ഞങ്ങൾക്ക് തരണേ റഹ്മാനേ. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇതുവരെ വഫാത്തായി പോയ എല്ലാ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും ഖബറുകളെ നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. اللهم استجب دعاءنا يا الله يا الله يا الله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. يا نبي سلام عليكم يا رسول سلام عليكم. ദാറുശിഫ മജ്ലിസിലെ ഖുതുബിയത്തിൻ രാവ് സയ്യിദ് നൗഫൽ തങ്ങൾ ചേലക്കര തൻമൊഴിയോലും ഈമാനിക പ്രഭ ചൊരിയും പുണ്യ സദസ്സിത് ദാറുശിഫ ഖുതുബിയത്ത് മജ്ലിസ്.